വൈക യെസ്, താങ്കളെന്തായാലും ഞങ്ങളെ ഈ സംഗീതത്തിൻ്റെ ഈ മാസ്മരതയിലേക്ക് നയിക്കും, എനിക്ക് ഉറപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും. അതിന് മുമ്പ് പക്ഷെ ഒരാൾ വരേണ്ട സമയമായിരിക്കും. ലെറ്റസ് ആരാന്ന് നോക്കാം. മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം, കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം. തൻ്റെ ഏറ്റവും എൻ്റെ മനസ്സിൽ കൊണ്ടൊരു കോമ്പസിഷനാണത്. കാര്യം വേറൊന്നുമില്ല, നമ്മുടെ ആ ബാല്യത്തിലേക്ക് അത് നമ്മളുടെ തമ്മിൽ സഹകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടു പോകും. അതിപ്പോൾ താങ്കളിലൂടെ ഈ അവസരത്തിൽ എനിക്കും അതുപോലെ വ്യൂവേഴ്സിനും ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ആദ്യം പാട്ട് പാടിയ ശേഷം നമുക്ക് കുട്ടിക്കാലത്തേക്ക് പോകാം. താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയും സഹപാട്ടുകാരനുമായിരുന്നു. അത് തബലിസ്റ്റായിരുന്നു. തബലിസ്റ്റായിരുന്നു പുള്ളിയുടെ ആദ്യകാലത്ത്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വിക്രികൾ ചെയ്ത് കൂട്ടിയ വിക്രികളൊന്നുമില്ല. വിക്രികളുമുണ്ട്. ഞാൻ വേറൊരു റൂട്ടിലായിരുന്നു. അതെ, പക്ഷെ അദ്ദേഹം എന്നെ വളരെയധികം സഹിച്ചിട്ടുണ്ട്. അതെ. സച്ചിദാനന്ദൻ്റെ അദ്ദേഹം കവിത അന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 4 മാസമാണ് കമ്പോസിങ്. കവിതയിൽ അതിൽ ദാഗ് ദഹ്ലവി സാബിൻ്റെ കവിത ഡെപ്തുള്ള കവിതകളാണ് ഉറുദുവിൽ. അതിന് സമമാണ് സച്ചി സാറിൻ്റെ കവിതകൾ. അതിൽ മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം, കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം. ഒരു വേള കാണുമേ കാതലിൽ പണ്ടൻ്റെ ചെറുനകം കോറിയ ചിത്രം, മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം, കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം, കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം. ഒരുപാട് വേദികളിൽ പാടിപ്പോകുന്നൊരു സംഭവമാണ്. ആ ബാല്യമാണ് ഒരുപക്ഷെ ശ്രീ ഉമ്പായിയെ മറ്റ് സംഗീതജ്ഞരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു ഗായകൻ്റെ അല്ലെങ്കിൽ പാട്ടുകാരൻ്റെ മ്യൂസീഷ്യൻ്റെ ഒരു ബാല്യമല്ല താങ്കൾക്കുള്ളത്. താങ്കളുടെ ഒരു ആകത്തൊക്കെ പരിശോധിക്കുമ്പോൾ ചില ആൾക്കാർ വേണം അമ്പരന്ന് പോകും. ഇങ്ങനെയാണോ ഉമ്പായി ആയത്? ഒരു നിയോഗമാണ്. നിയോഗം നടന്നേ പറ്റും. അങ്ങനെയാണ് എനിക്കിപ്പോൾ ബോധ്യപ്പെടും. പലതും നോക്കി, സീമാൻ നോക്കി, ഹെവി ഡ്രൈവറായിരുന്നു. താങ്കൾ ഏതൊക്കെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്? ഒരുപാട് രൂപത്തിൽ. ഇബിലീസ് പല കോലത്തിലും വരും എന്ന് പറഞ്ഞ പോലെ മുമ്പായി വരാത്തൊരു കോലമില്ല. അതിന് സംഭവം എന്താ വെച്ചാൽ ഈ സാഹചര്യങ്ങളാണല്ലോ. ഇത് പാടില്ല എന്നൊരു തീരുമാനവും നടപടിയും ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതെനിക്ക് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് പറിച്ചു കളഞ്ഞത് പോവുമെങ്കിൽ അപ്പം എതിർത്ത് ഇതിലേക്ക് എത്തുക. പക്ഷെ ഇതിൻ്റെ വഴി EMS അബൂക്ക പക്കാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അത്ര അടുത്ത ആത്മബന്ധമുള്ള ആളായിരുന്നു. കാരണം ജില്ലാ നേതാക്കളൊക്കെ വീട്ടിൽ വരും, പപ്പായിട്ട്. പക്ഷെ മൂപ്പർക്ക് താങ്കളുടെ ഈ പെട്ടി അത്ര ഇഷ്ടമായിരുന്നില്ല. പെട്ടിന്നല്ല, പുള്ളിക്കാരൻ്റെ ധാരണ ശരിയായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ട സാഹചര്യങ്ങൾ അതായിരുന്നു. കലാകാരൻ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തികച്ചു അസന്മാർഗി, എല്ലാവരും സന്മാർഗമില്ലാത്ത ഒരാളാണ് കലാകാരൻ എന്നുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഭാഗത്ത് ഈ പാട്ടും കൂത്തുമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ, എല്ലാവരും നല്ല ബഹുഭൂരിപക്ഷവും അദ്ദേഹം കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. ഇളയച്ചൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു മെഹബൂബായി ഇതായിരുന്നു, മദ്യപിക്കുമായിരുന്നു നല്ലോണം. അപ്പോൾ അദ്ദേഹം നേരിട്ട് കാണുന്ന സംഭവങ്ങൾ. അപ്പോൾ സ്വന്തം മകൻ അങ്ങനെ ഒരു വഴിക്ക് പോകാൻ ഒരു പിതാവ് ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ടുള്ള എതിർപ്പാണ്.